ബിരുദം ഇല്ല എന്ന് പറയുന്നിടത്ത് വ്യാജ ബിരുദം വരുന്നത് എങ്ങനെയാ? ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമത്തിലാണ് ഒരു പ്രകൃതി ചികിത്സക ഡോക്ടർ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമമുള്ളതാണ്? ഡിപ്ലോമയുള്ള ഒരാൾക്ക് ഡോക്ടർ എന്ന് ചോദിക്കാമോ? ബോംബെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്, ഉപയോഗിക്കാം. ഓക്സിസൈക്ലിൻ കഴിക്കുന്ന 10% ആളുകൾക്കും മരണം. ഒരു നിപ്പ കൊണ്ടാണ് മരിച്ചതെന്ന് പറയാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള നല്ല അവിടെ പോയിക്കൊള്ളാൻ പറയില്ല. അദ്ദേഹം പറഞ്ഞത് എഴുതിയത് ശരി തന്നെയാണ് അദ്ദേഹം പറയുമെങ്കിൽ ഞാൻ ഈ 7 കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക, നസ്രാണി ദീപിക. അവരുടെ എഡിറ്റോറിയലിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ആരോപണം ജേക്കബ് വടക്കാഞ്ചേരി, അതായത് ഇന്ത്യയിലെ പ്രഗത്ഭനായ നാച്ചുറോപ്പതിസ്റ്റ് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി തട്ടിപ്പുകാരനാണെന്നാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ഉണ്ട്. നമസ്കാരം. അതായത് ദീപിക പത്രം പറഞ്ഞിരിക്കുന്ന ഡോക്ടർ വലിയ തട്ടിപ്പുകാരനാണ്, പല രാംദേവിനെ സുപ്രീം കോടതി ഭയങ്കരമായി വിമർശിച്ചു. ആ വിമർശിച്ച വ്യാജ പരസ്യങ്ങളെ കൊടുത്ത ആളുകളൊക്കെ തട്ടിപ്പ് നടത്തുന്ന പോലെ ഇവിടെ കേരളത്തിലുണ്ട് ചില തട്ടിപ്പുകൾ. പ്രഗത്ഭനാണ് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി. എന്താണ് ഡോക്ടർ? അതില് ദീപികയെ പോലുള്ളൊരു പത്രം ഇങ്ങനെ അലക്ഷ്യമായിട്ട് മുഖപ്രസംഗം എഴുതുക എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. വാർത്ത വരികയാണെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ അതിനൊരു കൊടുത്തു അല്ലെങ്കിൽ അവഗണിച്ചു അതൊക്കെ വരും. ഒരു മുഖപ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കടന്ന കയ്യാണ്. അപ്പോ ഒരു തരത്തില് അവരുടെ ഒരു സഹതാപമുണ്ട്. ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു ക്രിസ്തു. ഉടനെ കാഴ്ച കൊടുത്തു. അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീക്ക് ശമനം കൊടുത്തു. മരിച്ചവരെ പോലെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ ദീപിക മുഖപ്രസംഗം എടുത്ത് ഇയാൾ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് ജയിലില് അടക്കേണ്ടതാണെന്ന് എഴുതുന്നത്. ഒരു മഹാത്മാഗാന്ധിയാണ് ഞാൻ ഈ പറയുന്ന പ്രകൃതി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും. പ്രകൃതി ചികിത്സയുടെ ഇന്ത്യയിലെ പിതാവ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. രാഷ്ട്രപിതാവ് പറഞ്ഞ ഒരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് വേണമെങ്കിൽ പറയാം ഡോക്ടർ എന്ന് എഴുതാനുള്ള ബിരുദം എന്താണെന്നുള്ളതാണ്. ഡോക്ടർക്ക് ബിരുദങ്ങളൊന്നുമില്ല, വ്യാജ ബിരുദമാണ്. നമുക്ക് ബിരുദം ഇല്ല എന്ന് പറയുന്നിടത്ത് വ്യാജ ബിരുദം വരുന്നത് എങ്ങനെയാ? നമ്മൾ ഒരു ബിരുദം പേരിന്റെ പുറകില് ഇന്ന ബിരുദം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഇതിൽ 2-3 ഉത്തരങ്ങളുണ്ട് വാസ്തവത്തിൽ. ഞാന് നിങ്ങൾക്കും ഡോക്ടറാകാം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറയുന്ന ഡോക്ടർ എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അവരുടെ ഡോക്ടറാകാം, അവരുടെ ഡോക്ടറാകാം. അങ്ങനെ ജനങ്ങളെ മുഴുവനും അവരവരുടെ ഡോക്ടറാകാനായിട്ട് പ്രവർത്തിപ്പിക്കുന്ന എനിക്ക് ഞാൻ ഡോക്ടറല്ലാന്ന് പറയാൻ പറ്റും. ഡോക്ടറായാലും നിങ്ങളോടും ഡോക്ടറാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമത്തിലാണ് ഒരു പ്രകൃതി ചികിത്സക ഡോക്ടർ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം ഏതാണ്? അങ്ങനെ ഒരു നിയമമില്ല. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം, എന്താണ് ഈ ഡോക്ടർ? രോഗത്തെ ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉപരി പഠിപ്പിക്കുന്ന ഡോക്ടർ കൂടി, ടീച്ചർ കൂടി അതിൽ ചേർന്നതാണ്. അതിവിടെ വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ഡോക്ടർ ഞാനാണ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഉത്തരം, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരു 700-ലധികം അലോപ്പതി ഡോക്ടർമാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന് വിളിച്ചാൽ പോലെ ഡോക്ടർമാരുടെ ഡോക്ടർ എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. അതിൽ യൂട്യൂബിൽ തന്നെ പല അലോപ്പതി ഡോക്ടർമാരും പല അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരെ പേര് ഞാൻ പറയുകയല്ല. സ്വന്തമായിട്ട് പറയുന്നവർക്കും VS അച്യുതാനന്ദൻ, അല്ലെങ്കിൽ MA ബേബി, അശോകൻ ശെരിവില്, ഡോക്ടർ VS വിജയൻ, ഇവരുടെയൊക്കെ പേര് ഞാൻ പറയാറുണ്ട്. കാരണം അവര് എൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രമേഹത്തിന്റെ സ്വയം ചികിത്സ എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലെ MA ബേബി തൻ്റെ പ്രമേഹം മാറിയ കഥ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം പ്രകാശനം ചെയ്തത്
MA ബേബി എറണാകുളം ടൗൺ ഹാളിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് പറയാം, അല്ലാത്തവരോട് പറയുന്നത് ശരിയല്ല. അപ്പോ ഇനി അടുത്തൊരു ഉത്തരവുള്ളത്, ഞാന് പ്രകൃതി ചികിത്സയില് 3.5 കൊല്ലം പഠനം നടത്തിയ ഡിപ്ലോമയുള്ള ഒരാളാണ്. അത് ND സർട്ടിഫിക്കറ്റ്. ഞാൻ പ്രകൃതി ചികിത്സ പഠിക്കുന്നത് ഗാന്ധിജി രൂപീകരിച്ച രാജ്ഘട്ടില്, ഡൽഹിയില് രാജ്ഘട്ടിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ പ്രകൃതി ചികിത്സാ പരിഷത്തിൽ നിന്നുള്ളതാണ്. ആ സമയത്ത് ഇതല്ലാതെ പ്രകൃതി ചികിത്സയ്ക്ക് വേറൊന്നുമില്ല. ഇപ്പോ 5.5 കൊല്ലത്തെ കോഴ്സുകളായിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോ ഡിപ്ലോമയുള്ള ഒരാൾക്ക് ഡോക്ടറിന് വിളിക്കാമോ? ബോംബെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്, ഉപയോഗിക്കാം. ആ വിധിയുടെ കോപ്പി എനിക്കിതിൽ ചെറിയ കേസുണ്ടായിരുന്നു. ആ കേസിൽ ഞാനിത് ഹാജരാക്കിയിട്ട് ജേക്കബ് വടക്കഞ്ചേരിക്ക് ഡോക്ടറിന് ഉപയോഗിക്കാം എന്നുള്ള വിധി ഒരു കോടതിയുടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലെന്നേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രകൃതി ചികിത്സകന് ഡോക്ടറൊന്ന് കഴിക്കാൻ, ഇത് ഈ ശിവനെ പ്രതിഷ്ഠിച്ചല്ലോ ശ്രീനാരായണ ഗുരു. അപ്പോ സവർണരെല്ലാം കൂടി ഇളകി, തനിക്ക് ശിവനെ പ്രതിഷ്ഠിക്കാൻ എന്താ യോഗ്യത, ഈഴവ ശിവനെ എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അപ്പോ നിങ്ങളെ പിടിച്ച് ഞങ്ങൾ ജയിലിലിടും. നമ്മളെ പിടിച്ചിട്ടു ജയിലിൽ കിടന്ന് ജയിലിലുള്ള തടവുകാരെ ചികിത്സിക്കും. ജയിൽ വാ, എന്നെ പിടിച്ച് ജയിലിലിട്ടല്ലോ ഷൈലജ, എന്നെ പിടിച്ച് ജയിലിലിട്ടു. അക്കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എലിപ്പനിക്കുള്ള മരുന്ന് അലർജി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടർ യൂട്യൂബിലൂടെ പ്രചരണം നടത്തിയെന്നാണ്. അതും DBA ഇത് എഴുതിയാക്ക് വിവരമില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിലല്ല എന്നെ പിടിച്ചുകൊണ്ടില്ലാത്തത്. നമ്മളോടൊരു വാക്ക് ചോദിച്ചുകൂടെ ഇവർക്ക്? എങ്ങനെ എലിപ്പനിക്കെതിരെ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ പറഞ്ഞു തരും. അതിന്റെ അല്ല എന്നെ പിടിച്ച് ജയിലിലിട്ടത്. അതില് എലിപ്പനിക്കെതിരെ എന്ന് പറഞ്ഞ മരുന്ന് പ്രളയം കഴിഞ്ഞപ്പോ മഹാരോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും എലിപ്പനി തടയാനായിട്ട് ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് വിതരണം ചെയ്യും. ആരോഗ്യവകുപ്പിന് തലക്ക് വട്ടല്ലേ. അല്ലെങ്കിൽ അവരൊന്ന് ആലോചിച്ചാൽ, ഈ ഒരിക്കലും മുറക്കാൻ പാടില്ല, ജീവിതകാലം മുഴുവൻ കഴിക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകുന്നു എന്നുള്ള മരുന്നുകളാണ് ഈ കാരണന്മാർ മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട്, കിഡ്നി മരുന്നുകൾ. ഈ 5ഉം 10ഉം രോഗങ്ങൾക്കുള്ള 10, 20, 30, 40 മരുന്ന് കഴിക്കുന്ന ആളുകൾ പ്രളയം വന്നപ്പോ എവിടെ മരുന്ന് കഴിച്ചു? മരുന്നെല്ലാം ഒഴുകിപ്പോയി, മരുന്ന് കടകൾ ഒഴുകിപ്പോയി, ആശുപത്രി ഒഴുകിപ്പോയി. ഈ ചെങ്ങന്നൂർ ഭാഗത്തുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ അപ്പനും അമ്മയ്ക്കും മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അവരുടെ വിശ്വാസം അതായിരുന്നു, എനിക്കും വിശ്വാസം അതായിരുന്നു. പ്രളയം വന്നപ്പോ അപ്പനെ അമ്മനെ എടുത്താണ് ഞങ്ങൾ ടെറസിൽ കൊണ്ടുപോയത്. ഞങ്ങൾ വെക്ക അവിടെ നിൽക്കുകയാണ്. ഹെലികോപ്റ്ററൊക്കെ ഭക്ഷണം വന്ന് കിട്ടി. പിന്നെ കുറെ സന്നദ്ധ പ്രവർത്തകർ വന്നപ്പോ അഞ്ചിക്കൊക്കെ വന്ന് ഭക്ഷണം തന്നല്ലാണ്ട് ഒരാഴ്ച മരുന്നുമില്ല, മര്യാദക്ക് ഭക്ഷണം ഉണ്ടായില്ല. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. ഈ മരുന്നൊന്നും ആവശ്യമില്ല എന്ന് തെളിഞ്ഞു. ഇപ്പൊ പ്രളയത്തിൽ മരുന്ന് കിട്ടാണ്ട് ആരെങ്കിലും മരിച്ചു? അവരൊരു വാർത്തയും ലോകത്ത് വന്നിട്ടില്ല. അപ്പോഴാണ് പ്രളയം കഴിയുമ്പോൾ ഇനി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നു പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് വരുന്നത്. ഈ ആരോഗ്യവകുപ്പിന് അല്പമെങ്കിലും ജനങ്ങളോടൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിച്ചിരുന്ന മരുന്നുകൾ മുഴുവൻ വെറുതെ ആണ് കേട്ടോ. ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും വരുന്നില്ല, തനിയെ ശരീരം നേരെയാക്കുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ചെങ്ങന്നൂർ ആ പ്രളയത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ട് തിരുത്തി പറയുമായിരുന്നു. അതിനു പകരം നഷ്ടപ്പെട്ട മരുന്ന് വിൽപ്പന തിരിച്ചു പിടിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന കങ്കാണിപ്പണിയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത്. ഡോക്സിസൈക്ലിൻ സകല വീടുകൾക്കും സപ്ലൈ ആണ്. ഇതിനാ ഞാന് അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച മെഡിക്കൽ ടെക്സ്റ്റ് ആണ് കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ്. ഈ പുസ്തകം എടുത്തിട്ട് അതിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഭാഗം ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിൽ പറയും. ഡോക്സിസൈക്ലിൻ കഴിക്കുന്ന 10% ആളുകൾക്കും മരണം, ദോഷഫലം. 50% ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അല്ലാണ്ട് ഞാൻ ആയിട്ട് പറഞ്ഞതല്ല. ഇന്റർനാഷണൽ ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ അംഗീകരിച്ചിട്ടുള്ള
അവരുടെ ആധികാരിക ഗ്രന്ഥത്തിലെ വിവരമാണ് ഡോക്ടർ പറഞ്ഞത്. പറഞ്ഞത്. ഇനി ഈ ആരോഗ്യവകുപ്പ് പറയുക ഡോക്സിസൈക്ലിന് ഒരു അലർജിക്ക് റിയാക്ഷനും ഇല്ല, ഏതെങ്കിലും ഡോക്ടർ പറയും. ഇവന്മാര് ബിബിയക്കാര് എന്ത് തലക്ക് വിവരം ഉണ്ടായിട്ട് എഴുതിയതാണ്. ഇത് എഴുതിയവനെ എനിക്കൊന്ന് കാണണം. അതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എലിപ്പനി നിപ്പയ്ക്കെതിരെ ഡോക്ടർ പ്രചരണം നടത്തി. നിപ്പയ്ക്കെതിരല്ല, നിപ്പയ്ക്കെതിരെ അങ്ങനെ സാധനം ഉണ്ടായാലല്ലേ അതിനെതിരെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ കാലത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസം കൊണ്ട് നടന്നില്ല. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർ ഇങ്ങനെ പല അന്ധവിശ്വാസം കൊണ്ടുവരും. ഒരു നിപ്പ ഡോക്ടർ ഉണ്ട് കോഴിക്കോട് പേരാമ്പ്രയിലെ ഒരൊറ്റ ഹോസ്പിറ്റലിൽ നിന്ന് ഒരൊറ്റ വിദഗ്ധൻ ഡോക്ടർ. ഇവൻ അവന്റെ ജീവിതത്തിൽ ഒരു നിപ്പ പേഷ്യന്റിനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇവൻ ഈ പേഷ്യന്റ് നിപ്പയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നിപ്പ പെട്ടെന്ന് പടരുന്നതാണ്. ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടുന്നു. അന്ന് പോയത് ബേബിയിലേക്കാണ്. ബേബിയിൽ ചെന്നിട്ട് ഈ നിപ്പക്കാരനെ ഒരാഴ്ച രണ്ടാഴ്ച ചികിത്സിച്ചിട്ടാണ് അങ്ങോട്ട് വിടുന്നത്. ഇയാള് മാസ്കും വെച്ചിട്ടില്ല, വായക്കൊണ്ടവും വെച്ചിട്ടില്ല, അല്ലാണ്ട് സാധാരണ പോലെ ചികിത്സിക്കുന്നിടത്ത് ചുറ്റുപാടും ഉണ്ടായിരുന്ന രോഗികൾക്കും പടർന്നില്ല, കാണാൻ വന്ന എല്ലാവർക്കും കിട്ടിയില്ല, ഈ ഡോക്ടർക്കും കുഴപ്പം വന്നില്ല, ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്കും കുഴപ്പം വന്നില്ല. ഇവിടെ വിട്ടു കഴിഞ്ഞപ്പോ പകർച്ചവ്യാധിയായി, ആളുകൾ പുറപ്പെടാൻ മരിക്കാൻ തുടങ്ങി. സിസ്റ്റർ ഇനി മരിച്ചു. ഇനി പനിക്ക് പാരാസ്റ്റമോള് കഴിച്ച് ഓവർഡോസിൽ മരിച്ചാണെന്നുള്ളത്. ഇവര് നിപ്പ കൊണ്ടാണ് മരിച്ചതെന്ന് പറയാനായിട്ട് ഇവരുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? അത് വവ്വാലിൽ ഞങ്ങൾ നിപ്പയുടെ കണ്ടു എന്ന് കരുതിയിട്ട് അതാണ് ഇയാളെ കൊന്നതെന്ന് പറയാൻ പറ്റുമോ? ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്ന പോലെ അല്ലാതെ കൃത്യമായിട്ടുള്ള പ്രൂഫ്. അതായത് ആചാര്യ രാംദേവിന്റെ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട കേസിലാണ് വ്യാജ പരസ്യം ചെയ്തു എന്നുള്ള പറയുന്ന കേസിനെ ആസ്പദമാക്കിയാണ് ഡോക്ടറെ പിടിച്ച് കൊടഞ്ഞിരിക്കുന്നത്. അപ്പോ എനിക്ക് മനസ്സിലാകത്തില്ല, രാംദേവിനേക്കാളൊക്കെ ഉന്നതമായ സ്ഥാനത്താണ് ഡോക്ടറെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. അല്ല, ഇതൊരു കാര്യമുള്ളത്. ഞാൻ വാസ്തവത്തിൽ ഇപ്പൊ എന്നെ ധാരാളം പേര് വിളിച്ചു സാറേ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ എഴുതിയിരിക്കുന്നു. ഞങ്ങളതെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരു പത്രം മുഖപ്രസംഗത്തിൽ ഒരു പേരെഴുതുക എന്ന് പറഞ്ഞാൽ അത്യപൂർവമായിട്ടുള്ള. സുപ്രീം കോടതി ഒരു വിധിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയുടെ പേര് പറയുകയും വിമർശിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്തായാലും കുറച്ച് ആളുകളെല്ലാം ശ്രദ്ധിക്കാം. അതെ, ചെറിയൊരു കാര്യമല്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കൂടുതൽ ആളുകൾ നോക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നോക്കിയിട്ട് വിമർശന ബുദ്ധിയാ നോക്കിയിട്ട് ഞാൻ എല്ലാവരും പറയുന്ന കാര്യം. ഇപ്പൊ DBL ഈ ഇതെഴുതിയ ആള്, ഇതിന്റെ ചീഫ് എഡിറ്റർ, ഇതിന്റെ എഡിറ്റർമാര്, മറ്റു ലേഖകരോട് ഞാൻ പറയുന്നത്, എന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം വന്ന് ഒരു ദിവസം കണ്ടിട്ടാണ് നിങ്ങൾ ഇത് എഴുതുന്നതെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വന്ന് അവിടെ കിടക്കുന്ന രോഗികളുമായി ഒന്ന് സംസാരിച്ച് എന്തൊക്കെയോ എഴുതി വിട്ടേക്കുന്നത്. എന്താണ് എണ്ണയും കുഴമ്പും ഒക്കെ ഇങ്ങനെ വിൽക്കുകയാണ്. ഇവിടെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്ന ഡോക്ടറോടെ കുഴമ്പൊക്കെ വെക്കുന്നത് എവിടെ വിൽക്കുന്നത്, അല്ല എവിടെയാ വെക്കുന്നത് എവിടെയാണെന്നാണ്. നിങ്ങൾ ഈ ക്യാമറ എവിടെയൊക്കെ മുഴുവൻ കംപ്ലീറ്റ് ഒന്ന് കൊണ്ടുപോയി നോക്കുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൈനക്കരി നാച്ചുറൽ ലൈഫ് സെന്ററിലാണ്. ഇവിടെ ഞാൻ വന്നപ്പോഴും പരിശോധിച്ചതാണ്, ഇവിടെ കുഴമ്പുണ്ടോന്നൊക്കെയാണ്. കുഴമ്പൊന്നും കണ്ടില്ല. വേണമെങ്കിൽ നമുക്ക് പട്ടിക്കാട് നാച്ചുറൽ ലൈഫില് ഇപ്പം ഡോക്ടർ സന്ധ്യ BAMS ആയുർവേദ ഡോക്ടറാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷനിൽ മാത്രം അവിടെ ചെയ്യുന്നത് മാത്രമായിട്ട് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. അവരിപ്പോ 7 സെന്ററാണ് ഉള്ളത്. തിരുവനന്തപുരത്ത്, കായംകുളത്ത്, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന്, പിന്നെ ആലപ്പുഴയില് കൈനഗിരി, ആലുവയില് ഏലൂക്കര കടകൾ വരുന്നുണ്ട്, തൃശ്ശൂർ 2 സെന്ററുണ്ട്, കോടന്നൂരുണ്ട്, പട്ടിക്കാടുണ്ട്, പിന്നെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ചികിത്സയിൽ രോഗം മാറിയവര് കണ്ടുപിടിച്ചിട്ട് ഈ കൈനഗിരി സെന്റർ ആണെങ്കിൽ ഇത് എടത്തുവയിലുള്ള ജോർജ്, അദ്ദേഹം അരുണാചൽ പ്രദേശിലാണ്. അദ്ദേഹം ഒരു റിസോർട്ടായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന്റെ അമ്മ നമ്മുടെ ചികിത്സയ്ക്ക് വന്നു, മാറാതെ ദുരിതം ഉണ്ടായിരുന്ന രോഗം മാറിയപ്പോൾ ഇത് നൂറുകണക്കിന് ആളുകൾക്ക് സേവനം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഡോക്ടറെ എൻ്റെ വരുമാനത്തിൽ കുറഞ്ഞാലും ഡോക്ടർ എടുത്ത് നടത്തിക്കോ എന്ന് പറഞ്ഞ് തന്നതാണ്. ഇതുപോലെയാണ് നമുക്ക് ഓരോ സ്ഥാപനവും കിട്ടിയിട്ടുള്ളത്.
അല്ലാണ്ട് നമ്മള് ആളുകളെ ഇങ്ങനെ വിളിച്ച് ഞാൻ ആളുകളോട് മുഴുവൻ പ്രകൃതി ഒന്ന് എന്റെ കീഴിൽ ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള നല്ല പ്രകൃതി കേന്ദ്രം എവിടെയാണ് അവിടെ പോയിക്കൊള്ളാനാ പറയുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് നോക്കി രോഗം മാറ്റുന്നവർ എത്രയോ പേര് ദിവസവും 2-3 പേരെങ്കിലും ഞാൻ കാണുന്നുണ്ട്. സാറേ യൂട്യൂബ് കണ്ടിട്ട് നിങ്ങളുടെ അസുഖം മാറി. അപ്പോൾ സ്വയം ചികിത്സ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അതിൽ സാധിക്കാതെ അതുകൊണ്ട് മാറാത്തവർ മാത്രം വന്നാൽ മതി. അതായത് ഇംഗ്ലീഷ് മരുന്നിന്റെ ഇത്തരത്തിലുള്ള വ്യാപകമായ കഴിച്ചതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറാരോഗങ്ങൾ, അതിനെതിരെയാണ് ഡോക്ടർ ഫൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നത് എന്നാണ്. സുപ്രീം കോടതി അക്കാര്യത്തില് രാംദേവിനോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ മാജിക്കൽ റെമഡി ആക്ട് അനുസരിച്ചുള്ള പരസ്യം ചെയ്യരുത്. രണ്ടാമത്തത്, അലോപ്പതിയെ വിമർശിക്കരുത്. ഏത് ജഡ്ജ്മെന്റ് ആണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എഴുതാൻ ഏത് കോടതിക്കാ സാധിക്കുക? ഇത് ശാസ്ത്രമല്ലേ. ശാസ്ത്രങ്ങൾ തമ്മിൽ അഭിപ്രായങ്ങൾ പറയുകയും തീ പാറുന്ന തർക്കങ്ങളുണ്ട്. എന്റെ ഒരു ചോദ്യം, ഇംഗ്ലീഷ് മെഡിസിന്റെ ഓരോ മെഡിസിനും അതിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലളിതമാക്കലാണ്. ഇത് ഇന്ററാക്ഷൻ, മറ്റ് ഭക്ഷണമായിട്ട് പ്രതിപ്രവർത്തിച്ചുള്ള രോഗങ്ങൾ, ലാബ് ടെസ്റ്റുമായിട്ട് പ്രതിപ്രവർത്തിച്ച് തെറ്റായ റിസൾട്ട് കാണിച്ചത്, മരുന്നിന്റെ തന്നെ ദോഷങ്ങൾ, ഭക്ഷണവുമായിട്ട് മരുന്നും മറ്റൊരു മരുന്നുമായിട്ടുള്ളത്, ലാബുമായിട്ടുള്ളത്, ഇങ്ങനെ നമുക്ക് ഊഹിക്കാനാവാത്ത ദ്രോഹമാണ് മരുന്ന് ചെറുതി ചെയ്യുന്നത്. ഇപ്പോൾ അയൺ ഗുളികയുണ്ട്. അയൺ ഗുളിക കഴിച്ചാൽ മേൽവേര് വീർത്തുള്ള വേദന, എപ്പിഗാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ മോർ ദാൻ ഡയറിയ. അതേസമയം ഈ അയണിന് വേണ്ടി നമ്മൾ പ്രകൃതിക്കാർ പറയുന്ന ചീര കഴിച്ചാൽ, ചീര മണ്ണിൽ നിന്ന് അയൺ വലിച്ചെടുത്തിട്ടുണ്ട്, മലബന്ധം മാറും, കണ്ണു തെളിയും, രക്തശുദ്ധി വരും, രക്തത്തിന്റെ അളവും കൂടും. അതേസമയം ഗുളികയ്ക്ക് പോയ ഈ ദോഷഫലമുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. വളരെ തെറ്റായ ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മാജിക്കൽ റെമഡി ആക്ട് പ്രകാരം പറഞ്ഞത് പിന്നെ നിയമപ്രകാരം ശരിയാണ്. കാരണം ആയുർവേദ മരുന്നുകൾ അലോപ്പതിയുടെ മുടക്കൊഴി വെച്ച് നടക്കാൻ പറ്റില്ല. അപ്പൊ ആ മരുന്നിന് ഒരു അവകാശവാദം വെച്ച് കഴിഞ്ഞ് പരസ്യം കൊടുത്താൽ നിയമപ്രകാരം തെറ്റാണ്. ബാബ രാംദേവ് ചെയ്തിട്ടുള്ളത് അത് ശരിയാണെങ്കിൽ നിയമം പ്രൂവ് ചെയ്തിട്ട് മാറ്റാനുള്ള ഇടപാട് നടത്തേണ്ടിയിരുന്നതാണ്. പക്ഷെ അപ്പോഴും ഈ നാട് മുഴുവനും ആശുപത്രികളിൽ കുഞ്ഞിന് ജന്മം നൽകാൻ പോലെ ദമ്പതികൾ വിഷമിക്കേണ്ട, കുട്ടികളുണ്ടാക്കാനാണ് എന്തെല്ലാം തരത്തിലുള്ള പരസ്യങ്ങളാണ്. ക്യാൻസറിന്റെ ഇത് മുഴുവൻ നിയമവിരുദ്ധമല്ല. ഇതൊരു കോടതിയും കാണുകയല്ല. പിന്നെ പരാതി കൊടുത്തേക്കുന്ന IMA-കാർക്ക് ഈ പരസ്യങ്ങളൊന്നും തെറ്റല്ല. പിന്നെ വേറൊരു ചോദ്യം തിരിച്ച് ഞാൻ സമയമില്ലാതിട്ടാണ്. ഈ മാജിക്കൽ റെമഡി ആക്ട് പ്രകാരം 100 രോഗങ്ങളോളം മരുന്നുണ്ടെന്നോ ചികിത്സിച്ച് മാറ്റാമെന്നോ പറയാൻ പാടില്ല. ഇനി അലോപ്പതിക്കാരൻ കടന്നിരിക്കുന്നത് ഇവന് ആശുപത്രിയിൽ അപ്പൊ എന്താ ചെയ്യുന്നത്? പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, സ്ഥലവളർച്ച, പുരുഷന്റെ ലിംഗത്തിന്റെ ഉദ്ധാരണം, അത് തുടങ്ങിയിട്ട് നിസ്സാരമായ ചുണങ്ങിന് പോലും മരുന്നുണ്ട്. ആ മരുന്ന് രോഗം മാറ്റുമെന്ന് പറയാൻ പാടില്ല എന്നാണ് മാജിക്കൽ റെമഡീസ് ആക്ട് പറയുന്നത്. മന്ത്രമുണ്ടെന്ന് പോലും പറയാൻ പാടില്ല. പിന്നെ ഈ അലോപ്പതി ആശുപത്രിയിൽ മുഴുവൻ എന്താ ചെയ്യുന്നത്? അപ്പൊ അതൊന്നും കോടതിക്ക് കൊടുത്തില്ല. ഈ സന്ദർഭത്തില് ദീപികയുടെ എഡിറ്റർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം ഒന്നേ ഉള്ളൂ. എന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തില് വെറുതെ വന്നൊരു 2 മണിക്കൂർ ചെലവഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എഴുതിയത് ശരി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുമെങ്കിൽ ഞാൻ ഈ 7 കേന്ദ്രം പൂട്ടിക്കൊള്ളാം, ഈ ഏർപ്പാട് നിർത്തിക്കൊള്ളാം. വെല്ലുവിളിയാണ്. വെല്ലുവിളിയാണ്. ദീപികയെ വെല്ലുവിളിക്കാണ് എഡിറ്റർ ആരാന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വന്ന് 2 മണിക്കൂർ ചെലവഴിക്കുക, രോഗികളായിട്ട് കാണുക, മരുന്നുകൾ വല്ലോണ്ടൊന്ന് നോക്കുക, എന്ത് വിൽപ്പനയാണ് നടക്കുന്നത്, ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടോ, തട്ടിപ്പാണോ, 2 മണിക്കൂർ ചെലവാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ എഴുതിയത് തന്നെയാണ് ശരി. ഞാൻ ഈ പറഞ്ഞ എന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാം, ബോംബെ ഹൈക്കോടതിയുടെ വിധി പരിശോധിക്കാം, എനിക്ക് കിട്ടിയ വിധിയും പരിശോധിക്കാം. എനിക്ക് ഡോക്ടറിന് ഉപയോഗിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഈ ചെയ്യുന്ന തട്ടിപ്പാണ്, വരുന്ന രോഗികളെ കൊള്ളയടിക്കലാണ്. ഈ എഴുതിയത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ ചെലവഴിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ 7 കേന്ദ്രവും പൂട്ടിക്കോളാം. എൻ്റെ വായയ്ക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ മൗനം ആചരിച്ച് ജീവിതകാലം കഴിക്കണം. ഇതൊരു വെല്ലുവിളിയാണ്. ദീപിക പത്രം, അതായത് നസ്രാണി ദീപിക, 100 വർഷത്തിന് മേലെ
പഴക്കമുള്ള കേരളത്തിലെ ആദ്യത്തെ പത്രം. ആ പത്രത്തോടാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി. അവരുടെ എഡിറ്റോറിയൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. പകരം എന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയുടെ നാച്ചുറൽ ലൈഫ് സെന്ററുകളിൽ പരിശോധന അവർക്ക് നേരിട്ട് വരാം, ഇവിടെ പഠിക്കാം. പിന്നീട് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ സെന്ററും പൂട്ടാമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്.